ഈ ഗോവധ നിരോധനം കൊണ്ട് മുസ്ലിങ്ങൾക്കൊന്നും സംഭവിക്കാനില്ല. മുസ്ലിങ്ങളെ നിങ്ങൾ ഉപദ്രവിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ബീഫ് കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ഈ പശു ഇറച്ചി ഒരിക്കലും മുസ്ലിങ്ങൾ കഴിക്കാറില്ല. കാളയിറച്ചി കഴിക്കും. കൂടുതലായിട്ട് എരുമ ഇറച്ചിയും പോത്തിറച്ചിയും ആണ് കഴിക്കുന്നത് വലിയ മൃഗങ്ങളിൽ. പിന്നെ കോഴി, ആട് ഇതൊക്കെയാണ് കഴിക്കുന്നത്. അതുകൊണ്ട് ഈ ഗോവധ നിരോധനം വന്നതുകൊണ്ട് മുസ്ലിങ്ങൾക്കൊന്നും സംഭവിക്കാനില്ല. മുസ്ലിങ്ങൾ അതിനെ എതിർക്കുകയും വേണ്ട. കാരണം ഹിന്ദുക്കളുടെ ദൈവമായ ഇനി പശുവിനെ നിങ്ങൾ കഴിക്കാൻ നിൽക്കുന്നതിനാ. അല്ല, കഴിക്കാറില്ല, എന്നാലും പറയാണ്. അതുകൊണ്ട് അവരെ എതിർക്കേണ്ട ആവശ്യമില്ല. അവിടെ ഗോവധ നിരോധനം എല്ലാ സ്ഥലത്തും നടത്തട്ടെ. പക്ഷേ ഇതിൻ്റെ ഭവിഷ്യത്തുകൾ വേറെ നടക്കുന്നുണ്ടല്ലോ, നമ്മുടെ സംസ്ഥാനങ്ങളിലെല്ലാം കാണാം. അതൊക്കെ എന്തിലാവട്ടെ, ഇതൊക്കെ നമ്മളിപ്പോൾ അതൊന്നും പറയാൻ നിൽക്കേണ്ട ആവശ്യമില്ല. മുസ്ലിങ്ങൾ സമാധാനമായിട്ട് അതിനെ അംഗീകരിക്കുക. കാരണം ഹിന്ദുക്കളുടെ ദൈവം, അതിനാരും ഇനി ഭക്ഷിക്കാൻ നിൽക്കുന്നില്ല. അത് മുസ്ലിങ്ങൾക്ക് അതൊരു പ്രശ്നമല്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് കയറ്റി അയക്കുന്നുണ്ട്. ചില ആളുകൾ പറയുന്നുണ്ട് ഇവിടുന്ന് കയറ്റി അയക്കുന്നുണ്ട്. മറ്റേ BJPക്കാരുടെ കമ്പനികളാണ് ഇവിടുന്ന് ഈ പശുക്കളെയൊക്കെ കയറ്റി അയക്കുന്നത്. പശുക്കളെ മേടിക്കാതിരിക്കുമ്പോൾ അവർക്ക് അത് വളരെ വില കുറച്ച് കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ തെറ്റാണ്. കാരണം ഇവിടുന്ന് കയറ്റി അയക്കുന്നത് എരുമയിറച്ചിയാണ് അധികവും. പശു ഇറച്ചി അങ്ങനെ എക്സ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തെറ്റായ ഒരു സന്ദേശമാണ്. കാരണം പിന്നെ ഗൾഫിലുള്ള ആളുകൾ, ചില ആളുകൾ പറയുന്നുണ്ട് ഈ ഇവിടുന്ന് കയറ്റി അയക്കുന്ന ഇറച്ചി അരച്ച് കുഴമ്പ് രീതിയിലാക്കിയിട്ട് ഇവിടുന്ന് കയറ്റി അയക്കുന്നുണ്ട്. അതിനകത്ത് ഈ പശു ഇറച്ചി മിക്സ് ചെയ്യുന്നുണ്ടോ എന്നാർക്കും അറിയില്ല. ഏതായാലും പശു ഇറച്ചി ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നില്ല. ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത് എരുമിറച്ചിയാണ്. പിന്നെ ഇപ്പോൾ അറബികളൊക്കെ അവിടെ ചോദിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ അവിടെ ഇപ്പോൾ എല്ലാ മുസ്ലിങ്ങളോടും ചോദിക്കും, അവരെല്ലാവരോടും ചോദിക്കും. മുസ്ലിങ്ങളോട് വേറെ തിരിച്ചല്ല, ഹിന്ദുക്കളോടും ചോദിക്കും, മുസ്ലിങ്ങളോടും ചോദിക്കും, ക്രിസ്ത്യാനികളോടും ചോദിക്കും. നിങ്ങളുടെ അവിടെ ഗോമൂത്രം കഴിക്കുന്നുണ്ടല്ലേ, ചാണകം കഴിക്കുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള മെസ്സേജുകൾ അറബികൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ അവിടെ മുസ്ലിങ്ങളായിട്ടുള്ള മലയാളികൾ ഈ ഇവിടുത്തെ ഇറച്ചി കഴിക്കാതെ പാകിസ്ഥാൻ്റെ ഇറച്ചി വാങ്ങിച്ച് കഴിക്കുകയാണെന്ന് പറയണം. പക്ഷേ പാകിസ്ഥാൻ്റെ ഇറച്ചിയിൽ നെയ്യ് കൂടുതലാണ്. അങ്ങനെയൊക്കെ ഓരോ കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ ഇത് ഇവിടുന്ന് ചെല്ലുന്നത് ഹലാലാണെന്നൊരു ഡൗട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് ഗൾഫിലിപ്പോൾ സംസാര വിഷയമുണ്ട്. പാകിസ്ഥാൻ്റെ മീറ്റ് അത്ര ഒരു ടേസ്റ്റില്ല. അതുകൊണ്ട് മൊറോക്കോ ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങൾ കയറ്റിക്കുന്ന ഇറച്ചികളുണ്ട്. അപ്പോൾ അതൊക്കെ അന്വേഷിക്കണം എന്നൊക്കെ അവിടെ സംസാര വിഷയം ആയി വരുന്നുണ്ട്. ഇപ്പോൾ എന്താണെന്നറിയില്ല. എന്തായാലും ഇവിടെ കിടന്ന് ഇങ്ങനെയുള്ള ഈ വിദ്വേഷങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തിനാണ് ബാധിക്കുന്നത്. കാരണം ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അത്രയും ഒരു വിദേശ നാണ്യം നമ്മുടെ രാജ്യത്തേക്ക് വരുന്നു. അതില്ലാതെയാവുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം പോയി കഴിഞ്ഞാൽ അത്രയും നഷ്ടം നമ്മുടെ രാജ്യത്തിന് വരും. അതുകൊണ്ട് ഹിന്ദുക്കളുടെ ദൈവമായ പശുവിനെ മുസ്ലിങ്ങൾ കഴിക്കുന്നില്ല. വെറുതെ മുസ്ലിങ്ങൾ ഉപദ്രവിക്കാൻ നിൽക്കല്ലേ നിങ്ങളെല്ലാവരും കൂടി. ഉത്തരേന്ത്യയിലൊരു വീഡിയോ കണ്ടു. അതായത് വലിയൊരു കോഴിയിറച്ചി പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന വലിയൊരു കണ്ടെയ്നർ ആയിട്ടുള്ള ഒരു വലിയൊരു വണ്ടി. രക്ഷകർ ജയ ശ്രീറാം വിളിച്ചിട്ടത് മറിച്ചിട്ടാണ്. അത് എന്താണെന്ന് പരിശോധിച്ചിട്ട് വേണ്ടേ ചെയ്യാൻ. അപ്പോൾ അതൊക്കെ ഒരു തോന്നിയവാസം എന്ന് അതിന് പറയാൻ പറ്റുള്ളൂ. അതിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന കുറേ ആളുകളുണ്ട്. അവരെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.